കുരിശിലെഴുതിയ സ്നേഹം, കരുണ ചൊരിയുന്നൊരു സ്നേഹം, ക്രൂശിതനാഥന്റെ സ്നേഹം. ഉൽപ്പത്തി പുസ്തകം 25 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ നാം കണ്ടുമുട്ടുന്നു പൂർവ്വപിതാവായ യാക്കോബിനെ. അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനം തുടർന്നുകൊണ്ട് ജനതകളുടെ പിതാവായി മാറുന്നവൻ ഉദരത്തിൽ വെച്ച് തന്നെ കർത്താവ് അരുൾ ചെയ്തു, നിന്റെ ഉദരത്തിൽ 2 ജനതകളാണ്, മൂത്തവൻ ഇളയവന് ദാസ്യവേല ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതാണ് തെരഞ്ഞെടുപ്പ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് അവൻ നമ്മെ വിളിക്കുന്നു. യാക്കോബ് ദുർബലനായിരുന്നു. അവൻ ഏസാവിനെ വഞ്ചിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു, പേടിച്ച് ഒളിച്ചോടി പോകുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ ബത്തേലിൽ വെച്ച് അവൻ ദൈവത്തെ കണ്ടുമുട്ടുന്നു. സ്വപ്നത്തിൽ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിക്കുന്ന കോവണി. ദൈവം അവനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ ഞാൻ കാത്തു സംരക്ഷിക്കും. അവിടെ വെച്ച് അവൻ കർത്താവുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു. പക്ഷെ അവൻ ചെയ്ത തെറ്റിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ട് 14 വർഷം ലാബാന്റെ ഭവനത്തിൽ അവൻ ജോലി ചെയ്യുന്നു. തിരിച്ചു വരുന്ന വഴിയിൽ ജോർദാന്റെ മറുകരയിൽ അവൻ കർത്താവിന്റെ ദൂതനുമായി മല്ലിടുന്നു. മല്ലിട്ട് അവന് മുറിവ് രക്ഷയുടെ അടയാളമായിട്ട് മാറുന്നു. എന്നെ അനുഗ്രഹിച്ചല്ലാതെ കടന്നു പോകാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ യാക്കോബിന് അവൻ അനുഗ്രഹം കൊടുത്തു. നിന്റെ പേര് ഇനി മുതൽ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാണ്. നീ ജനതകളുടെ പിതാവാണ്. അവിടെ നിന്ന് മാനസാന്തരത്തിന്റെ പുതിയ കഥ തുടങ്ങുന്നു. അവൻ പരിവർത്തിതനാകുന്നു. ഉടനെ ഏസാവുമായിട്ട് അനുരഞ്ജനത്തിലാകുന്നു. ജനതകളുടെ പിതാവായി, അനുരഞ്ജനത്തിന്റെ വാഗ്ദാവായി, ചതിയനും ദുർബലനുമായ യാക്കോബ് ഇസ്രായേലിന്റെ പിതാവായിട്ട് മാറുന്ന കഥ, അത് ദൈവത്തിൻ്റെ കൃപയുടെ തിരഞ്ഞെടുപ്പിന്റെ കഥയാണ്. നമുക്കാകുമോ ഈ മാനസാന്തരത്തിന്റെ വഴിയിലൂടെ പുതിയ ദൈവദൗത്യത്തിലേക്ക് നടന്നെടുക്കാൻ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.